ശരി, ശ്രീ എന്നുള്ളതാണ് എനിക്ക് സിബി ആദ്യം സത്യം, പറഞ്ഞു. താങ്കൾ ഈ നിലപാടുള്ള ആളാണോ? ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഭാവിയുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണോ താങ്കൾ? ഇപ്പോൾ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുന്നു. വീണ്ടും ഈ 25 രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരുന്നു, 5 തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതിനെ അനുകൂലിക്കുന്നയാളാണോ താങ്കൾ? അത് പറയുന്നതിന് മുമ്പ് ശ്രീ വിൽസൺ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. അതായത് അദ്ദേഹം പറയുന്നത് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി മുന്നേറ്റത്തിലാണ്, അതുകൊണ്ട് കോൺഗ്രസ് അവർക്ക് പിന്തുണ കൊടുക്കണം എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ്. നമ്മളത് ആലോചിക്കണം. 3-ാം സ്ഥാനത്തേക്കാണ് BJP. കോൺഗ്രസിനും പിന്നിൽ 3-ാം സ്ഥാനത്താണ്. അപ്പൊ ആ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJPയെ തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുത്താൽ ആകെപ്പാടെ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് BJP 2-ാം സ്ഥാനത്തെത്തിക്കാം എന്നല്ലാതെ മറ്റെന്താണ്? എന്ത് രാഷ്ട്രീയ എന്താ പറയുന്നത്, അടിസ്ഥാന രാഹിത്യമാണ് ഈ സംസാരിക്കുന്നത്. ഇവിടെ CPM ചില സമയത്ത് സംസാരിക്കുന്ന പോലെ നിങ്ങൾ ഇവിടെ CPM-നെ എതിർക്കാതെ കുറച്ച് സീറ്റുകൾ എന്തുകൊണ്ട് CPM-നോട് വിഭജിച്ചു കൊടുത്ത് നിങ്ങൾക്ക് 10-10 എന്ന നിലയ്ക്ക് പാർലമെന്റിൽ പോയിക്കൂടാ എന്നൊക്കെ ചോദിക്കുന്ന ചില അണികൾ ചോദിക്കാറുണ്ട്. എന്ന് ചോദിക്കുന്നവരുടെ ചോദ്യമല്ലേ ഇപ്പൊ പറഞ്ഞത്? പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞല്ലോ. എവിടെയാ കേട്ടെ? എന്താ കേട്ടെ? ഞങ്ങളുടെ 1-ാം സ്ഥാനത്താണെന്നാ പറഞ്ഞത്. ഗുജറാത്തിൽ അതെ, അപ്പൊ പറഞ്ഞില്ലേ? അപ്പൊ BJPയെ സഹായിക്കുന്ന നടപടിക്രമം ഒഴിവാക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയെ വിജയിക്കാൻ സഹായിക്കുകയാണ് കോൺഗ്രസ് വേണമെന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഞാനത് ഡൽഹി വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ്. ഡൽഹിയിൽ ഞങ്ങൾ തോറ്റപ്പോ, അല്ല ഞാൻ തർക്കിക്കാനല്ല, ഡൽഹിയിൽ ഞങ്ങൾ തോറ്റപ്പോ നിങ്ങൾ ആഹ്ലാദപ്രകടനം നടത്തി എന്തിനു വേണ്ടിയാണെന്നാണ് ചോദിച്ചത്. ഞങ്ങൾ ആഹ്ലാദപ്രകടനം, ഞാൻ കോൺഗ്രസ് അല്ല, പക്ഷെ നിങ്ങളുടെ ആ വാദത്തിനെ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, തീർച്ചയായും ഒരു എന്താ പറയുന്നത്, ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തർക്കിക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇതുപോലെ ഈ മഞ്ജുഷയെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സഖ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സഖ്യം ഉണ്ടായിട്ടേ ഇല്ല. അത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ്. അതിനെ സഖ്യം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം അതിനെ സഖ്യം എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ വെസ്റ്റ് ബംഗാളില് ഈ സഖ്യത്തിന്റെ ഭാഗമായിട്ട് സീറ്റുകൾ പരസ്പരം നൽകിയ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവണമായിരുന്നു. വെസ്റ്റ് ബംഗാളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ അതിനു മുമ്പ് DMKയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പണ്ടേ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ UPയിലേക്ക് പോയി കഴിഞ്ഞാൽ UPയിൽ കുറച്ച് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് പണ്ടേ ഉണ്ട്. നിങ്ങൾ ബീഹാറിലേക്ക് പോയി കഴിഞ്ഞാൽ ബീഹാറിൽ ചില സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് പണ്ടേ ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഡൽഹിയിൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അപ്പം ഈ ഒരു അവസ്ഥ എല്ലാ കാലത്തും, അതായത് നമ്മൾ ഈ ഇന്ത്യ സഖ്യം ഉണ്ടാവുന്നതിന് മുമ്പും ഇന്ത്യ സഖ്യം ഉണ്ടായതിനു ശേഷവുമുള്ള വ്യത്യാസം പരിഗണിച്ചാൽ സത്യത്തിൽ ഇലക്ട്രൽ അലയൻസുകളിൽ കാര്യമായ വ്യത്യാസമൊന്നും എവിടെയും വന്നിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഇന്ത്യ സഖ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യ പ്രതിപക്ഷ ഐക്യനിര എന്ന് മാത്രം കണ്ടാൽ മതി. അല്ലാതെ BJPയെ ഒന്നിച്ച് പരാജയപ്പെടുത്താനോ ഒന്നുമുള്ള ഒരു ഇലക്ട്രൽ അലയൻസ് എന്ന നിലയ്ക്ക് നമുക്ക് പരമാവധി ഇതിനെ കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അല്ലാതെയുള്ള ഇപ്പൊ കാർഷിക പ്രക്ഷോഭം പോലെയുള്ള ജനറലായ കാര്യങ്ങളിൽ ഒരു ഐക്യനിര കെട്ടിപ്പടുത്ത് അത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഗുണം. എനിക്കിതിനകത്ത് ഒരു സന്തോഷമുള്ളത്, ആഫ്റ്റർ ഓൾ ഇന്ത്യ സഖ്യം ഒരു യോഗം കൂടി എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ കുറെ നേതാക്കന്മാർ പങ്കെടുത്തു എന്നത് വളരെ പോസിറ്റീവാണ്. പക്ഷേ പങ്കെടുക്കാത്തപ്പം ഇത്രയും കാലം മാറി നിന്ന, ഇത്രയും കാലം അധികാരത്തിന്റെ പ്രമത്തതയിൽ നീന്തിത്തുടിച്ച മമതാ ദീദി അവസാനം ഈ യോഗത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ്. പക്ഷേ 6-7 MP നഷ്ടപ്പെട്ടു പോയിട്ടും ഇപ്പോഴും ആം ആദ്മി പാർട്ടി അവരുടെ പാഠം പഠിച്ചില്ല എന്നുള്ളത് മോശമാണ്. DMKയ്ക്ക് ന്യായമായി ബോയ്ക്കോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം അവരുടെ സഖ്യകക്ഷികളെല്ലാം, ഇന്ത്യ സഖ്യത്തിലുണ്ടായിരുന്ന എല്ലാ സഖ്യകക്ഷികളും അത് വിട്ടിട്ട് വിജയിന്റെ ഒപ്പം പോയി എന്നുള്ളതിന്റെ പരിഭവം അവർക്കുണ്ടാവാം. അവർക്ക് സ്വാഭാവികമായിട്ടും ബോയ്ക്കോട്ട് ചെയ്യാനുള്ള അവകാശവും അതിനുള്ള റൈറ്റും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ നന്ദികേട് അല്ലെങ്കിൽ ഇടത് പാർട്ടികളുടെ നന്ദികേട് എന്ന് TVKയുടെ പിന്തുണയെ കാണുന്നതിനേക്കാൾ ഉപരി അതിനെ കുറച്ചുകൂടെ രാഷ്ട്രീയമായി കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശരിയാണ്, DMKയുടെ സഖ്യത്തിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ DMK സഖ്യം വിടണം എന്ന് പറയുന്ന, TVKയ്ക്കൊപ്പം ചേരണം എന്ന് പറയുന്ന അതിശക്തമായ ഒരു ആവശ്യം തമിഴ്നാട്ടിൽ നിലനിൽപ്പുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല. അതിനുശേഷം ഈ പറഞ്ഞ പോലെ TVK ആവശ്യത്തിന് ഭൂരിപക്ഷം ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP സഖ്യകക്ഷിയായ AIADMKയുടെ പിന്തുണയോടെ അവർ ഭരണത്തിൽ അധികാരത്തിൽ വരുന്നതിനേക്കാൾ വളരെ നല്ലതാണ് അവരെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസും മറ്റിടതുപക്ഷ പാർട്ടികളും മറ്റു ചെറു പാർട്ടികളും എല്ലാം കൂടെ ചേർന്ന് വിജയിനെ സപ്പോർട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും കാലം DMKയുടെ സഖ്യകക്ഷി ആയിരുന്നെങ്കിലും ഈ കോൺഗ്രസിന് ഒരിക്കൽ പോലും ഒരു മന്ത്രിസ്ഥാനം, കോൺഗ്രസിനോ ഇടതുപക്ഷ പാർട്ടികൾക്കോ ആർക്കും ഒരു മന്ത്രിസ്ഥാനം DMK നൽകിയിരുന്നില്ല. എല്ലാ മന്ത്രിസ്ഥാനങ്ങളും അവർ മാത്രം അടക്കി ഭരിക്കുകയായിരുന്നു. അതിനകത്ത് വെറുതെ ടാക്ടിക്കലായിട്ടുള്ള സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പൊ ഇപ്പൊ വിജയ് മന്ത്രിസ്ഥാനം അടക്കമുള്ളവ കൊടുക്കുമ്പോൾ അപ്പൊ അത്തരത്തിൽ ഭരണത്തിൽ പങ്കാളിയാവാനുള്ള ഒരു അവകാശം കൂടെ കോൺഗ്രസിന് കിട്ടുകയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രാറ്റജിക് വിജയം കൂടിയാണ്. അപ്പൊ നമ്മള് ഈ സാഹചര്യത്തിൽ പക്ഷെ അതുപോലെ തന്നെ ശ്രീ വിൽസണും പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. സത്യത്തിലെ ഇന്ത്യയിലെ പ്രതിപക്ഷം തകർന്നടിഞ്ഞ് നാമാവശേഷമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സത്യത്തിലെ ഒരു ന്യൂനപക്ഷ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഈ ന്യൂനപക്ഷ സർക്കാരിനെതിരെ അതിശക്തമായ ഒരു സമരമുഖം തീർക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഇപ്പൊ സാധിക്കുന്നില്ല, കോൺഗ്രസിന് സാധിക്കുന്നില്ല, ഒരു പാർട്ടികൾക്ക് സാധിക്കുന്നില്ല. 45 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ 2 വട്ടം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലുമായിട്ട് പരീക്ഷ എഴുതിയ CBSEയുടെ കെടുകാര്യസ്ഥത മൂലം ഈ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കുത്തഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ എത്തിയിട്ട് തെരുവിലിറങ്ങാൻ ഒരു മനുഷ്യനുണ്ടായില്ല ഈ പ്രതിപക്ഷത്തിന് ഒരു ഐക്യനിരയും ഉണ്ടായില്ല. അത് പ്രത്യേകം പാർട്ടികളായിട്ട് ഇറങ്ങാൻ തയ്യാറായില്ല. അതുപോലെ നീറ്റ് പരീക്ഷയിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന നീറ്റ് പരീക്ഷയിൽ ഈ പറഞ്ഞതുപോലെ ചോദ്യപേപ്പർ ചോർന്നിട്ട് 14 വിദ്യാർത്ഥികളുള്ള ആത്മഹത്യ ചെയ്തു എന്നാണ് ഏകദേശ കണക്ക്. അപ്പൊ ഇത്രയും പേര് ആത്മഹത്യ ചെയ്തിട്ട് ഇതിനെതിരെ ശക്തമായ ഒരു ശബ്ദം ഉയർത്താനോ തെരുവുകളിൽ ഒരു കലാപം ഉണ്ടാക്കാനോ തെരുവുകളിൽ ഒരു ശക്തമായ സമരമുഖം തീർക്കാനോ ഇതുവരെ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും. ഞാൻ പറയുന്നത് ഈവൻ സാധാരണഗതിയിൽ ആമസോൺ മഴക്കാടുകളിൽ മരം വെട്ടുന്നതിനെതിരെ 5 പേര് കൂടി നിന്ന് പ്രതിഷേധിച്ച ഒരു ചരിത്രമുണ്ട് ഡിവൈഎഫ്ഐക്ക്, പണ്ട് റിയാസിന്റെ നേതൃത്വത്തിൽ, മുൻമന്ത്രി PM റിയാസിന്റെ നേതൃത്വത്തിൽ. അങ്ങനെയൊക്കെയുള്ള ചരിത്രമുള്ള SFIയോ DYFI ഒന്നും ഡൽഹിയിലെ തെരുവുകളിൽ ഒരു പ്രതിഷേധം ഉയർത്തിയതായിട്ട് ഞാൻ കണ്ടില്ല. ഇനി പ്രതിഷേധിച്ചോ എന്ന് അറിയില്ല. അല്ല, അതിലേക്കുള്ള ഒരു ചുവടുവെപ്പാണോ ഇന്നത്തെ ഈ യോഗം എന്നുള്ളതാണ്. 25 പാർട്ടികൾ അതിലേക്കുള്ളൊരു ചുവടുവെപ്പാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇതാണ്. അതെ, അതിലേക്കുള്ളൊരു ചുവടുവെപ്പാണെങ്കിൽ അതിലേക്കുള്ള ചുവടുവെപ്പാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 മാസം കഴിഞ്ഞെങ്കിൽ അവർ കണ്ണു തുറന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു വസ്തുതയാണ്. 2 മാസത്തിന് ശേഷമാണെങ്കിൽ, അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷം കഴിവുകെട്ടതാണ് എന്ന് കൃത്യമായി തെളിയിച്ച ശേഷം ഒടുവിൽ അവർക്ക് കണ്ണു തുറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അവർ ഈ സമരം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ, അവർ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ രാജ്യത്തിലെ തെരുവുകളിൽ ഒരു സമരമുഖം തീർക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു നല്ല കാര്യം തന്നെയാണ്. വൈകിയാണെങ്കിലും അവർക്ക് ബുദ്ധിയും വിവേകവും വന്നു എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. ശരി ശ്യാംരാജ്, ഇന്ന് വൈകിയാണെങ്കിലും ഇന്ത്യ സഖ്യം യോഗം ചേർന്ന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.